22-ാം ദിവസത്തെ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ചിന്താ വിഷയം ശിശുക്കളെ പോലെ ആകുക. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം 1 പത്രോസ് 2:2-3 വാക്യങ്ങൾ. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. നോമ്പ് ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചും ജീവിത ശുദ്ധീകരണത്തെക്കുറിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയിത്തീരാനുള്ള വെല്ലുവിളി നടത്തുന്നത് പത്രോസ്ലീഹയാണ്. ഈ നോമ്പ് കാലയളവിൽ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നാം ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോകുന്ന സകല ദുഷ്ടതയെയും, എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞതിനു ശേഷം വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ ശ്രമിക്കുക. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന തെറ്റുകളെ കുറിച്ച് ബോധവാന്മാർ ആകേണ്ടത് ആവശ്യമാണ്. പാപങ്ങളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് സുബോധത്തോടെയുള്ള ആ തിരിച്ചുവരവ് വർദ്ധിച്ച സന്തോഷത്തിന് കാരണമായി തീരുന്നു. നമ്മുടെ പാപം നിറഞ്ഞ ജീവിതം മറ്റുള്ളവർക്ക് അറപ്പും വെറുപ്പും നൽകിയെങ്കിൽ നാം ഓരോരുത്തരും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ആയിത്തീരേണ്ടത് അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങളെ കാണുന്നവർക്ക് ആ കുഞ്ഞ് സന്തോഷം നൽകുന്നത് പോലെ നമ്മെ കാണുന്നവർക്ക് നാം സന്തോഷം നൽകാൻ ഈ നോമ്പിൽ നമുക്ക് സാധ്യമായി തീരട്ടെ. സൂര്യൻ ദിനം പ്രതി ഉദിച്ചസ്തമിക്കുന്ന സമയം ജനങ്ങളുടെ ആയുസ്സിന്റെ ഒരു ഭാഗം കൂടി കൊണ്ടുപോകുന്നുവെന്നറിഞ്ഞ് വ്യസനിച്ച് സത്കർമ്മം ചെയ്തു കൊള്ളണമെന്ന് നീതിസാരത്തിൽ പറയുന്നു. പുഞ്ചിരിച്ച മുഖം, നിർമ്മലമായ മനസ്സ്, ചുറ്റും സന്തോഷം പരത്തി അവർ പാറിപ്പറക്കുന്നു. ദൈവമേ, ഞാനൊരു ശിശുവായെങ്കിൽ. സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക. ദൈവമേ, വചന പഠനത്തിനും ധ്യാനത്തിനും അതീതമായി അതൊരു സമസ്യ ആക്കി തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചു പോയ തെറ്റിനെ വചനത്തിൻ്റെ തെളിമയിൽ പരിശോധിക്കാനും തിരുത്താനും ഞാൻ ശ്രമിക്കും. വചനമാകുന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ആത്മീയ ആകാരത്തോടെ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഞാൻ അറിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവവചനമാകുന്ന കർത്താവേ, അങ്ങയോട് ചേർന്ന് ഉത്തരവാദിത്വങ്ങളെ ശരിയായി നിർവഹിക്കുന്നവരും നന്മ തിന്മകളെ തിരിച്ചറിയുന്നവരും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിഷ്കളങ്കരും ആയിത്തീരാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പ്രാർത്ഥനാവീരനായ പട്ടക്കാരൻ കടന്നു വന്നവർക്ക് ഓരോ ദിവസവും ആശ്വാസം നൽകി. പ്രശ്നങ്ങളുമായി കടന്നു വന്നവരെ അദ്ദേഹം മുറിയിലിരുത്തിയിട്ട് അകത്തേക്ക് പോകും. ഇത് പതിവായപ്പോൾ ഒരാൾ ചോദിച്ചു, അങ്ങെന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് മുറിയിലേക്ക് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, സുഹൃത്തെ, നിന്റെ പ്രശ്നത്തെ പറ്റി വചനം എന്തു പറയുന്നു എന്നറിയുവാനാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വചനവുമായി ചേർത്ത് ഉത്തരം കണ്ടെത്താൻ സാധിക്കണം. കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക.